നമുക്ക് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ പല കുടുംബങ്ങളിലും വേദനകൾ കടിച്ചമർത്തി കഴിയുന്ന ചില ജീവിതങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഒരു കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും ഉത്തരം മൂത്ത മകൾ എന്നായിരിക്കും. അവൾ ജനിച്ചത് ഒരു മകളായിട്ടാണ്. എന്നാൽ വളരുന്നതിനൊപ്പം അവൾ അറിയാതെ തന്നെ ഒരമ്മയുടെ ഉത്തരവാദിത്തങ്ങൾ കൂടി ഏറ്റെടുക്കുന്നു. ഇളയ സഹോദരങ്ങളെ ഭക്ഷണം കഴിപ്പിക്കുന്ന, ഉറക്കുന്ന, പഠനത്തിൽ സഹായിക്കുന്ന, ഇഷ്ടപ്പെട്ട ഒരു പാവയെ പോലും അനുജനോ അനുജത്തിക്കോ വിട്ടു നൽകുന്ന, തനിക്ക് കിട്ടിയ ആകെയുള്ള ഒരു ദോശ പോലും കുഞ്ഞനുജന് ഊട്ടി മനസ്സു നിറയുന്ന, അവരുടെ സുരക്ഷയെക്കുറിച്ച് എപ്പോഴും ആശങ്കപ്പെടുന്ന ഒരു പാവം പെൺമനസ്സ് ഓരോ മൂത്ത പെൺകുട്ടിയിലും ഉണ്ടെന്ന് നാം തിരിച്ചറിയണം. കുടുംബത്തിൽ ആരെങ്കിലും വിഷമിച്ചാൽ ആദ്യം ഓടിയെത്തുന്നത് അവളാണ്. ഇതെല്ലാം ചെയ്യാൻ അവൾക്ക് പ്രയാസമായിരുന്നു? ഇല്ല. അവൾക്കും സ്വന്തം ബാല്യവും സ്വപ്നങ്ങളും വികാരങ്ങളും ഒക്കെയുണ്ട്. പക്ഷെ കുടുംബത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി അവൾ പലപ്പോഴും സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റിവെക്കപ്പെടേണ്ടി വരുന്നു. കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വ ബോധം കൊണ്ടാണ് ചിലപ്പോൾ അവൾ കർശനമായി പെരുമാറുന്നത്. ചില കാര്യങ്ങളിൽ ഇടപെടുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്നത് അത് അധികാര പ്രകടനമല്ല, അങ്ങനെ നമുക്ക് തോന്നിയേക്കാം. മറിച്ച് സ്നേഹത്തിൻ്റെ മറ്റൊരു രൂപമാണ്. എന്നാൽ പലരും ആ കരുതലിനെ അഹങ്കാരമായോ അമിത ഇടപെടലായോ തെറ്റിദ്ധരിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഏറ്റവും കൂടുതൽ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഏറ്റുവാങ്ങുന്നതും അവളാണ്. അത് ലഭിക്കുന്നതും അവൾക്കാണ്. കാരണം അവൾ അമ്മയാകുന്നതിന് മുമ്പേ ഒരമ്മയുടെ ചുമതലകൾ ഏറ്റെടുത്തവളാണ്. ആരും പഠിപ്പിക്കാതെ അവൾ ത്യാഗം പഠിച്ചവളാണ്. ആരും പറയാതെ അവൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തവളാണ്. അവൾ ആരും കാണാതെ പല രാത്രികളിലും ഉറക്കമില്ലാതെ ആശങ്കപ്പെടുന്നവളാണ്. എല്ലാവരും സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് അവൾ സ്വന്തം ജീവിതത്തെക്കുറിച്ച് പോലും ഒരുപക്ഷെ ചിന്തിക്കുന്നത്. ഒരു ദിവസം അവൾ വിവാഹിതയാകുമ്പോഴും ഈ സ്വഭാവം മാറുന്നുണ്ടോ? ഇല്ല, മാറുന്നില്ല. ഒരു ഭാര്യ ഭർത്താവിനെ കരുതുകയും ശാസിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും ഒരു മകൾ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സംരക്ഷിക്കുമ്പോഴും ആ മാതൃസ്നേഹം പ്രകടമാകുന്നു. പുതിയ കുടുംബത്തെ ചേർത്ത് നിർത്തുന്നതിലും സ്വന്തം വീട്ടിലെ എല്ലാവരെയും മനസ്സിൽ സൂക്ഷിക്കുന്നതിലും അവൾ അതേ സ്നേഹം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവളുടെ ഹൃദയം എപ്പോഴും മറ്റുള്ളവർക്കായി വെമ്പൽ കൊള്ളുന്നു. മൂത്ത മകൾ, അവൾക്ക് വേണ്ടത് പ്രശംസയല്ല, ഞങ്ങൾ നിന്നെ മനസ്സിലാക്കുന്നു എന്നൊരു ചേർത്ത് പിടിക്കലാണ്. കാരണം ഏറ്റവും ശക്തരായി തോന്നുന്നവർ അവർ തന്നെയാണ് പലപ്പോഴും ഏറ്റവും നിശബ്ദമായി തകരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ മൂത്ത മകളെ ഒന്ന് ശ്രദ്ധിക്കൂ. അവൾ ദേഷ്യപ്പെടുമ്പോൾ അതിന് പിന്നിൽ സ്നേഹമുണ്ടാകാം. അവൾ ശാസിക്കുമ്പോൾ അതിനു മുന്നിൽ കരുതലുണ്ടാകാം. അവൾ മിണ്ടാതിരിക്കുമ്പോൾ പറയാനാകാത്ത ഒരുപാട് വേദനകൾ ഉണ്ടാകാം. കാരണം അവൾ ജനിച്ചത് ഒരു മകളായിട്ടാണ്. പക്ഷേ ജീവിതം പലപ്പോഴും അവളെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു അമ്മയാക്കുന്നു, ഒരമ്മയാക്കി മാറ്റുന്നു. അവളുടെ ത്യാഗങ്ങൾക്ക് പേരുകളോ അവളുടെ സ്നേഹത്തിന് അതിരുകളോ ഇല്ല. അവളുടെ കണ്ണീരിന് സാക്ഷികളോ അവളുടെ ത്യാഗങ്ങൾക്ക് പലപ്പോഴും കയ്യടികളോ ഒന്നും ഉണ്ടാകുന്നില്ല. എങ്കിലും കുടുംബത്തിൻ്റെ ശക്തിയായി അവൾ ഇന്നും നിലകൊള്ളുന്നു. മൂത്ത മകളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അവളുടെ സ്നേഹത്തെയും കരുതലിനെയും വിലമതിക്കണം. കാരണം അവൾ ചോദിക്കുന്നത് വലിയൊരു പ്രതിഫലമല്ല, എന്നെ ഒന്ന് മനസ്സിലാക്കൂ എന്നൊരു ചെറിയ അംഗീകാരം മാത്രമാണ്.